സിമാജിയാവോയുടെ അടുത്ത് നിന്ന് പോയ മിംഗ്ലിയുടെ ചാരന്മാർ സിമാജിയാവോ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചതിനെ പറ്റി മിംഗ്ലിയെ അറിയിക്കുന്നു. തിങ്യാനോട് സിമാജിയാവോയ്ക്ക് ആത്മാർത്ഥമായി ഇഷ്ടമാണെന്നായിരുന്നല്ലോ ഇതുവരെ പറഞ്ഞു കേട്ടത്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ മറ്റൊരു പെണ്ണിനെ അവൻ പ്രൊട്ടക്ട് ചെയ്യുകയാണോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ഗോസ്റ്റ് സംശയിക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി തിങ്യാൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്ന് മിംഗ്ലി ഊഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് പുറത്ത് ചാടിച്ച് തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കണമല്ലോ. അതിനുവേണ്ടി എന്താണ് വഴിയെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഫെങ്ഷിയുമായി ഗോസ്റ്റിന് നല്ല പരിചയമുണ്ട്. തിങ്യാനും ഫെങ്ഷിയും സൗഹൃദത്തിലാണ് എന്നും അയാൾക്കറിയാം. അതുകൊണ്ട് ഫെങ്ഷിയെ അതിനുവേണ്ടി ഉപയോഗിക്കാമെന്ന് അയാൾ പറയുന്നു. മിംഗ്ലിയും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഗോസ്റ്റ് അടുത്ത ദിവസം തന്നെ ഫെങ്ഷിയെ പോയി കാണുന്നു. ഈ ഫെങ്ഷി ശരിക്കും അവിടുത്തെ മുമ്പത്തെ ഡീമൻ ലോർഡിൻ്റെ അനുയായിയായിരുന്ന ഒരാളുടെ മകനാണ്. അവൻ്റെ അച്ഛൻ ഒരു വംശത്തിൻ്റെ തലവനായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോഴത്തെ ഡീമൻ ലോർഡിനെ സപ്പോർട്ട് ചെയ്ത് മറ്റേ ഡീമൻ ലോർഡിനെ ചതിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയുമായിരുന്നു. ഇപ്പോഴത്തെ ഡീമൻ ലോർഡ് അധികാരമേറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വംശത്തിനെ മുഴുവൻ കൊല്ലാനായി ഓർഡർ നൽകുകയായിരുന്നു. അന്ന് ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ ഫെങ്ഷിയെ മാത്രം മിംഗ്ലി രക്ഷപ്പെടാൻ സഹായിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവനിപ്പോൾ ജീവനോടെ ഉള്ളത്. അന്ന് വൈറ്റ് ബോൺ അബീസിലെ നദിക്കുള്ളിൽ അവൻ എറിയപ്പെട്ടെങ്കിലും അവിടെ നിന്ന് അവനെ രക്ഷിച്ചത് ഫ്രോസ്റ്റ് ഫിഷ് ആയിരുന്ന തിങ്യാനായിരുന്നു. മിംഗ്ലിയുടെ ഓർഡർ അനുസരിച്ചാണ് അവൾ അത് ചെയ്തത്. പക്ഷേ അക്കാര്യം ഫെങ്ഷിക്ക് അറിയില്ല. തൻ്റെ ജീവൻ രക്ഷിച്ച ഫ്രോസ്റ്റ് ഫിഷിനോട് അവന് അന്ന് മുതൽ ആരാധനയാണ്. അവളെ വീണ്ടും കാണണമെന്ന് അതിയായ ആഗ്രഹവുമുണ്ടായിരുന്നു. തിങ്യാനാണ് ആ ഫ്രോസ്റ്റ് ഫിഷ് എന്ന് അവന് ഇതുവരെ അറിയാമായിരുന്നില്ല. മുമ്പൊരു തവണ അവളുടെ മുടി അഴിഞ്ഞു വീണ സമയത്ത് അവന് ആ സംശയം തോന്നിയിരുന്നെങ്കിലും ഉറപ്പായിരുന്നില്ല. ഇപ്പോൾ ഗോസ്റ്റ് പറഞ്ഞപ്പോഴാണ് തിങ്യാനാണ് അവൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ആ രക്ഷക എന്ന് അവൻ അറിയുന്നത്. തിങ്യാൻ ഇപ്പോൾ സിമാജിയാവോയുടെ തടവിലാണ്. അധികം വൈകാതെ സിമാജിയാവോ അവളെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം എന്നൊക്കെ ഗോസ്റ്റ് അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ ഫെങ്ഷി ആ ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട്. തിങ്യാൻ ഇപ്പോൾ സിമാജിയാവോയുടെ അടുത്താണെങ്കിലും അവൾ ആകെ കൺഫ്യൂഷനിലാണ്. സിമാജിയാവോ ആദ്യം തന്നെ കണ്ടപ്പോഴുള്ള റിയാക്ഷനും അവൻ്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ അവളെ ആകെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ്. കുറേ നേരം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബോഡിയുടെ ശരിക്കുള്ള ഓണറായ തിങ്യാൻ ചിലപ്പോൾ അവനുമായി പ്രണയത്തിലായിരിക്കണം, അവളാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കണം അവൻ തന്നോട് സംസാരിച്ചത് എന്നൊക്കെ അവൾ വിചാരിക്കുന്നു. ഈ സമയത്താണ് അവൾക്ക് മാറിയെടുക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ബിയാൻ അങ്ങോട്ടേക്ക് വന്നത്. തിങ്യാനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ബിയാൻ അവളുടെ അടുത്ത് എന്തിരുന്ന് സംസാരിക്കുന്നു. പക്ഷേ തിങ്യാന് അവളെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 18 വർഷം മുമ്പ് സിമാജിയാവോയും അവളും കൂടി ചേർന്നാണ് തൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ ബിയാൻ പറഞ്ഞിട്ടും അവൾക്ക് അത്ര വിശ്വാസമാവുന്നില്ല. അതേപോലെ തന്നെ നേരത്തെ സിമാജിയാവോ പറഞ്ഞതുപോലെ അവൾ അവൻ്റെ കൾട്ടിവേഷൻ പാർട്ട്ണറാണ്. അവളുടെ ശരിക്കുള്ള പേര് ലാവോ തിങ്യാൻ എന്നാണ് എന്നൊക്കെ തന്നെയാണ് ബിയാനും അവളോട് പറഞ്ഞത്. പക്ഷേ തിങ്യാൻ ഇപ്പോഴും വിചാരിക്കുന്നത് തന്നെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി സിമാജിയാവോ ഇങ്ങനെ 3-4 പേരെ കൊണ്ട് പറയിക്കുന്നതാണ് എന്നാണ്. ഈ സമയത്ത് തന്നെ കുറേ ജോലിക്കാർ അവളുടെ മുറിയിലേക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ അതൊക്കെ കാണുമ്പോൾ ഒരു മാരേജ് നടക്കാൻ പോകുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റ് പോലെയാണ് തിങ്യാൻ ഫീൽ ചെയ്തത്. ആ മുറിയും അതേ രീതിയിൽ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. തിങ്യാൻ അതിനെപ്പറ്റി പരാതി പറയുന്നുണ്ടെങ്കിലും വിവാഹത്തിനുള്ള ബാക്കി ഒരുക്കങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞ് ബിയാൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സിമാജിയാവോ അങ്ങോട്ട് വന്നത്. മുറിയിലെ ഒരുക്കം കണ്ടപ്പോൾ അവനും ആകെ സംശയമാവുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവൻ ചെയ്യാൻ പറഞ്ഞത്. മുമ്പ് തിങ്യാന് ഫിഷ് ടൈം ഇഷ്ടമാണ് എന്ന് ഒരിക്കൽ അവനോട് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഒരു ഫിഷിനെയും പിടിച്ച് പാത്രത്തിലാക്കിക്കൊണ്ടായിരുന്നു അവൻ വന്നത്. ഇങ്ങനെ ഒരു ഹോബി ശരിക്കുള്ള തിങ്യാനുണ്ടോ എന്ന് ഇവൾക്ക് സംശയമാവുന്നു. ഇനി ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്നതിനെ പറ്റി ആയിരിക്കും അവൻ പറയുന്നതെന്നും അവൾ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും അവൾ ആ പാത്രത്തിലെ ഫിഷിനെ വെറുതെ ഒന്ന് തൊട്ടിട്ട് ഇപ്പോൾ എനിക്കിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. മുമ്പ് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ വലിയ ഇഷ്ടമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള കുറേ ഫുഡ് ഐറ്റംസ് അവൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല വിശപ്പില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറിയപ്പോൾ മുമ്പ് വിശന്നിട്ടായിരുന്നല്ലോ നീ ഇതൊന്ന് കഴിച്ചിരുന്നത്, കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണെന്നാണല്ലോ എന്നോട് പറഞ്ഞിരുന്നതെന്ന് അവൻ പറയുന്നു. പക്ഷേ തിങ്യാൻ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. മുമ്പ് അങ്ങനെ പറഞ്ഞതിനെ പറ്റി അവൾക്കൊട്ട് ഓർമ്മയുമില്ല. എന്തായാലും അവൻ്റെ നിർബന്ധം കാരണം അവൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവനതിൽ പോയിസൺ വല്ലതും ചേർത്തിട്ടുണ്ടാകുമെന്ന് കരുതി ആദ്യം അവൾ കഴിക്കാൻ മടിക്കുന്നു. ഒന്നും ചേർത്തിട്ടില്ല എന്ന് അവളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവൻ തന്നെ ആദ്യം കഴിച്ചു കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിച്ചപ്പോൾ അവന് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇതിൻ്റെ ടേസ്റ്റ് കൊള്ളില്ല, അതുകൊണ്ട് ഇത് കഴിക്കേണ്ട, ഞാൻ വേറെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവനത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ മതിയെന്ന് തിങ്യാൻ പറഞ്ഞപ്പോൾ ശരിക്കും അവന് ദേഷ്യം വരുന്നു. കാരണം മുമ്പ് അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവൻ ആ കയ്യിലെ മുറിവിൽ ശരിക്കും ഒന്ന് അമർത്തുന്നു. അങ്ങനെ അതിൽ നിന്ന് വീണ്ടും ബ്ലഡൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവളിതൊന്നും അറിയുന്നില്ല. നിഞ്ചു കുറേ സൈനികർക്കൊപ്പം ഈ സമയത്ത് ഷീക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിയിരുന്നു. അവരിങ്ങനെ തന്നെ അന്വേഷിക്കുന്ന വിവരം ഷീയുടെ ചെവിയിലും എത്തുന്നു. തിങ്യാൻ തങ്ങളെ ചതിച്ചതായിരിക്കുമോ, അവളായിരിക്കുമോ അവൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ ശാന്തു സംശയിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരിക്കലും അങ്ങനെ തന്നെ ചതിക്കില്ല. അവളെ താൻ മനസ്സിലാക്കിയെടുത്തോളം അവളുടെ സ്വഭാവം അങ്ങനെയല്ല എന്ന് ഷീ ഉറപ്പിച്ച് പറയുന്നുണ്ട്.
തൽക്കാലം ആ സിറ്റി വിട്ട് പോകാൻ അവർ തീരുമാനിക്കുന്നു. ഈ സമയത്ത് നിഞ്ചുവും സൈനികരും അതിൻ്റെ അടുത്തായി എത്തുന്നുണ്ടെങ്കിലും അവർ അവിടെ എത്തുന്നതിന് മുമ്പ് ഷീ രക്ഷപ്പെടുന്നു. അന്ന് രാത്രി തിങ്ങിയാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സിമാജിയാവോ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവളുടെ ഓർമ്മകളിലേക്ക് കയറി കഴിഞ്ഞ കാലത്തിൽ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യമായിട്ട് അവൾക്കൊരാളെ കൊല്ലേണ്ടി വന്നത് എങ്ങനെയാണെന്ന് അങ്ങനെ അവൻ നേരിട്ട് കാണുന്നു. ആ സമയത്ത് അവളെയും ഷീയെയും കുറേ ആൾക്കാർ ചേർന്ന് ആക്രമിക്കുന്നുണ്ട്. അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് തിരിച്ചടിക്കാൻ ശേഷിയില്ലാതെ കിടക്കുകയാണ്. ഷീയാണെങ്കിൽ കാലുകൾ തളർന്നു കിടക്കുകയും ചെയ്യുന്നു. അവളോട് തിരിച്ചടിക്കാൻ അയാൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവൾക്കതിന് കഴിയുന്നില്ല. സിമാജിയാവോയ്ക്ക് അവളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഓർമ്മകളിലായതുകൊണ്ട് അവനത് കണ്ടു നിൽക്കാനേ പറ്റുന്നുള്ളൂ. തിങ്ങിയാൻ്റെ കോർ ഒരു അക്രമി എടുത്ത് അവളെ കൊല്ലുമെന്ന് തോന്നിയ സമയത്താണ് അവൾക്ക് പെട്ടെന്ന് ഒരു പ്രത്യേക ശക്തി കിട്ടിയതും അവൾ അയാളെ തിരിച്ചാക്രമിച്ചതും. എന്നിട്ട് മുമ്പ് സിമാജിയാവോ അവളെ കൊല്ലാൻ പഠിപ്പിച്ച രീതിയിൽ അവൾ അയാളെ കൊല്ലുകയും ചെയ്യുന്നു. ഷിയാണ് അതിനുവേണ്ടി അവളെ കുറേയധികം പ്രേരിപ്പിച്ചത്. എന്തായാലും അവസാനം തിങ്ങിയാൻ അയാളെ കൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ഇരുന്ന് കുറേ കരയുന്നു. അവളെ കൊണ്ട് ഇങ്ങനെ ക്രൂരമായൊരു കാര്യം ചെയ്യിച്ചതിന് അവനെ വെറുതെ വിടില്ല എന്ന് സിമാജിയാവോ അപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവൻ അവളുടെ സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരേണ്ടി വരുന്നു. അവളുടെ ആ അവസ്ഥയൊക്കെ കണ്ട് അവൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചാടി എഴുന്നേറ്റത്. അവൻ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മുന്നിലിരിക്കുന്നത് ശത്രുവാണെന്നുള്ള ധാരണയാണെങ്കിലും അവനങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ തിങ്ങിയാൻ നല്ല ആശ്വാസം ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ തൻ്റെ ഈ ശരീരം ഇപ്പോഴും അവനെ ഓർക്കുന്നത് കൊണ്ടായിരിക്കും തനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നാണ് അവൾ കരുതിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ അവൻ്റെ പിടിയിൽ നിന്ന് മാറുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ മുഖത്തെ പാടവൻ ശ്രദ്ധിക്കുന്നത്. ഷിയാണോ ചെയ്തതെന്ന് അവൻ അന്വേഷിക്കുന്നു. മുമ്പ് താഴ്വൈ മൗണ്ടനിൽ വെച്ച് അവൻ്റെ സ്പിരിറ്റ് ഫെയർ കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത്. നീയല്ലേ അന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചത്, അന്നാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ തിങ്ങാൻ പറയുന്നു. ഞാൻ ഒരിക്കലും നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നിനക്ക് ഈ പരിക്ക് പറ്റിയത് എൻ്റെ സ്പിരിറ്റ് ഫെയറിൻ്റെ ആക്രമണം കൊണ്ട് തന്നെയാണ്. അതിനെ ഞാൻ ക്ഷമയോദിക്കുകയാണ് എന്ന് പറഞ്ഞ് സിമാജിയാവോ അവൻ്റെ ശക്തി കൊണ്ട് ആ അടയാളം മായ്ച്ചു കളയുന്നു. തിങ്ങാൻ അതൊരു അത്ഭുതമായിരുന്നു. കഴിഞ്ഞ 18 വർഷങ്ങളായി ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നീ എൻ്റെ സ്വപ്നത്തിൽ വന്നിരുന്നില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ വലിയൊരു പാഠം എന്താണെന്നറിയാമോ? ശരിക്കും മരണത്തെയല്ല നമ്മൾ ഭയക്കേണ്ടത്, പക്ഷേ മരണത്തിലൂടെ വരുന്ന ഈ അകൽച്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കിസ് ചെയ്യാനായി മുന്നോട്ടേക്കായിരുന്നു. പക്ഷേ നമുക്ക് തമ്മിൽ ഇത്രയും അടുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പുറയിലേക്ക് മാറുന്നുണ്ട്. അവൻ നിരാശനാവുന്നുണ്ടെങ്കിലും അവളെ ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. സിമാജിയാവോ അവൾക്ക് വേണ്ടി റെഡിയാക്കിയിരുന്ന ആ പ്രൊട്ടക്ഷൻ ആംഗ്ലറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ അവൾക്ക് സമ്മാനിക്കുന്നു. തൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അതെന്ന് പറഞ്ഞപ്പോൾ അത് തിങ്ങാൻ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ ബിൽഡിങ്ങിന് ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്ന സീൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അവൾ അന്വേഷിക്കുന്നു. അതും അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇനി ഈ ആഭരണം ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, അതുടനെ മാറ്റാമെന്ന് അവൻ പറയുന്നു. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ബോഡിയുടെ ശരിക്കുള്ള ഓണറുമായിട്ട് അവൻ വളരെയധികം പ്രണയത്തിലായിരുന്നത് കൊണ്ടായിരിക്കുമോ എന്നൊക്കെ തിങ്ങാൻ സംശയിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ കയ്യിലെ മുറിവ് അവൾ ശ്രദ്ധിക്കുന്നത്. അത് ഇതുവരെ ഉണങ്ങിയില്ല എന്ന് അവളിപ്പോഴാണ് അറിയുന്നത്. അതിനെപ്പറ്റി പക്ഷെ അവൻ കൂടുതലൊന്നും പറയുന്നില്ല. ഷീക്ക് വേണ്ടിയുള്ള തിരച്ചിലിനിടയിലാണ് നിഞ്ചു മുമ്പ് റൂലിങ്ങിനെ കണ്ട ആ ടവറിനടുത്തെത്തിയത്. അന്ന് ഡാൻസിൻ്റെ അവസാനം അവളുടെ മുഖം കണ്ടതായി അവനിപ്പോൾ ചെറിയൊരു ഓർമ്മ വരുന്നു. അങ്ങനെ അവൻ അതിനുള്ളിൽ കയറി അവളെപ്പറ്റി അന്വേഷിക്കുന്നു. അപ്പോഴാണ് തൻ്റെ 2 സൈനികർ കാരണം കൊല്ലപ്പെട്ടത് അവളായിരുന്നുവെന്ന് അവൻ അറിയുന്നത്. അവളുടെ ചിത്രം വല്ലതും അവിടെ ഉണ്ടോ എന്ന് അവൻ അന്വേഷിക്കുന്നു. അങ്ങനെ റൂലിങ്ങിൻ്റെ ഒരു ചിത്രം അവൻ കാണാനിടയാവുന്നു. അതോടെ റൂലിംഗ് തന്നെ ആയിരുന്നു അതെന്ന് അവൻ ഉറപ്പാവുന്നു. അവിടെയുള്ള ഒരു ലേക്കിൻ്റെ അടുത്ത് നിന്നാണ് അവളെ ആദ്യം കണ്ടെത്തിയത്. ആ സമയത്ത് അവളുടെ സ്പിരിറ്റ് സെൻസിന് നന്നായി പരിക്കേറ്റിരുന്നു. ഒരുപാട് പണം ചിലവാക്കിയാണ് അവളുടെ ആരോഗ്യം കുറച്ചെങ്കിലും വീണ്ടെടുക്കാൻ സാധിച്ചത്. പക്ഷേ അവളുടെ ഓർമ്മകൾ അപ്പോഴേക്കും നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ കൈവശം ആകെ ഉണ്ടായിരുന്നത് ഒരു വിസിലായിരുന്നു. അത് വളരെ പ്രിയപ്പെട്ടതായി അവൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവിടുത്തെ ആ ലേഡി അവനെ അറിയിക്കുന്നു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിഞ്ചു ആകെ വിഷമത്തിലാവുന്നുണ്ട്. തിങ്ങാനെന്ന് മതിയാവോളം ഉറങ്ങുന്നു. രാവിലെ ഉണർന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറയാനും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാൻ പറയാനും ഒന്നും അവിടെ ആരുമില്ലല്ലോ. അതുകൊണ്ട് അവൾ ആശ്വാസത്തോടെയാണ് രാവിലെ ഉണർന്നത്. അപ്പോഴേക്കും സിമാജിയാവോയും ബിയാനും കൂടി അവൾക്കുള്ള ഫുഡുമായി അങ്ങോട്ടേക്ക് എത്തുന്നു. അവൾ നന്നായി ഉറങ്ങിയോ എന്നൊക്കെ അവൻ ആദ്യമേ തന്നെ അന്വേഷിക്കുന്നുണ്ട്. മുമ്പ് ഉറക്കം മാത്രമായിരുന്നല്ലോ അവളുടെ പ്രധാന ഹോബി. ഇപ്പോൾ അത് വളരെ കുറഞ്ഞിരിക്കുന്നതിനെ പറ്റിയും അവൻ പറയുന്നുണ്ടെങ്കിലും അവൾക്കത് കാര്യമായി മനസ്സിലാവുന്നില്ല. മുന്നിൽ കൊണ്ടുവച്ച ഫുഡ് കണ്ടപ്പോൾ താനും ഹോങ്ലുവും ഫെങ്ഷിയും കൂടി എപ്പോഴും കഴിക്കാറുള്ള ഫുഡാണല്ലോ അതെന്ന് തിങ്ങാന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ അടുത്ത് നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതിൻ്റെ രുചി അവൾക്ക് പരിചയമുള്ളതുപോലെ തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളത് കുറച്ച് കഴിക്കുന്നു. അവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണല്ലോ അവൾ ഇഷ്ടത്തോടെ ഒരു ഫുഡ് കഴിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ സിമാജിയാവോ അതുണ്ടാക്കിയ കുക്കിനെ അവിടേക്ക് വിളിക്കാൻ ബിയാനോട് പറയുന്നു. അങ്ങനെ ബിയാൻ അതിനായി പോകുന്നുണ്ട്. ഇവനിങ്ങനെ തനിക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റൊരാളുടെ ബോയ് ഫ്രണ്ടിനെ താൻ അടിച്ചു മാറ്റുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് തിങ്ങാൻ തോന്നുന്നത്. അവളുടെ വിചാരം
ഈ ശരീരത്തിൻ്റെ ശരിക്കുള്ള ഓണറാണ് സിമാജിയാവോയുടെ ലവർ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓങ്ലു ജീവനോടെ തിരികെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് തിരികെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവൾ അവനോട് പറയുന്നു. എങ്ങോട്ടേക്കാണ് അവൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ, നീ എൻ്റെ കുടുംബത്തിൻ്റെ ശത്രുവായതുകൊണ്ട് തന്നെ ആ സ്ഥലം എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അച്ഛനെയും ഹോങ്ലുവിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി നിന്നെ ഒരിക്കലും ശല്യപ്പെടുത്താത്ത രീതിയിൽ ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ അവൾ പറയുന്നു. അവൾ തന്നെ വിട്ടുപോകുന്ന കാര്യം പറഞ്ഞു കേട്ടപ്പോൾ സിമാജിയാവോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അവനത് പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള നിൻ്റെ ചിന്തകളിൽ ഒരു സ്ഥലത്തും എനിക്ക് ഒട്ടും സ്ഥാനമില്ല എന്നവൻ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. തിങ്ങാൻ അതിനെന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. നമ്മൾ ഒരു സമയത്ത് ചിലപ്പോൾ അടുപ്പത്തിലായിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി രണ്ടുപേരും അവരവർക്ക് മുന്നിലുള്ള ജീവിതം ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നിൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കാം, പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. നീ എവിടെ പോയാലും ഞാൻ അവിടെ നിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും എന്നൊക്കെ സിമാജിയാവോ പറയുന്നു. എനിക്ക് അങ്ങനെ ആരുടെയും കൂട്ടിൻ്റെ ആവശ്യമില്ല. എനിക്ക് തനിച്ച് എല്ലായിടത്തും പോകാനുള്ള ധൈര്യമുണ്ട്. പിന്നെ നീ വിചാരിക്കുന്നത് പോലെ നിൻ്റെ ആ തിങ്ങാനല്ല ഞാനിപ്പോൾ ഷിയാനാണ് എന്നൊക്കെ അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും എനിക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവൻ തർക്കിക്കുകയാണ്. ഈ സമയത്താണ് ആ ഫുഡ് ഉണ്ടാക്കിയ കുക്കിനെ ബിയാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അത് ഫെങ്ഷി ആയിരുന്നു. അവനെ അവിടെ നിൽക്കാൻ അനുവദിക്കുന്നതിന് ഗ്രാൻഡ് മിസ്ട്രസിന് നന്ദി പറയാൻ ബിയാൻ അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അവളെ അങ്ങനെ വിളിക്കാതെ മിസ് എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അത് തന്നെ സിമാജിയാവോയ്ക്ക് സംശയമുണ്ടാക്കുന്നു. അപ്പോഴാണ് ഈ ഉണ്ടാക്കിയ ഫുഡിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ തയ്യാറാണ്, താല്പര്യമുണ്ടെങ്കിൽ വിശദമായി പറഞ്ഞു തരാമെന്നൊക്കെ അവൻ പറഞ്ഞത്. അവനോട് സംസാരിക്കാനുള്ളൊരു ചാൻസ് എന്ന രീതിയിൽ തിങ്ങാനും അതിന് ഇൻട്രസ്റ്റോടെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. സിമാജിയാവോയ്ക്ക് ഈ പെരുമാറ്റം സംശയമുണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ സംസാരിക്കാൻ അവൻ ചാൻസ് നൽകുന്നു. അവളെ അന്വേഷിച്ച് ഇവിടെ വരെ എത്തിയതിന് അവൾ അവനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ തൻ്റെ ആത്മാർത്ഥത വളരെ കൂടുതലായതുകൊണ്ടാണ് ഇവരെ എത്തിയത് എന്നൊക്കെ ഫെങ്ഷി പറയുന്നു. ഹോങ്ലുവിനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. അവൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ തങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് തിരികെ പോകും എന്ന് തിങ്ങാൻ അവനോട് പറയുന്നുണ്ട്. അറിഞ്ഞപ്പോൾ ഫെങ്ഷി കുറച്ച് വിഷമത്തിലാവുന്നു. അവനിപ്പോൾ തിങ്ങാന് ശരിക്കും ഇഷ്ടമാണ്. ഇനി തിങ്ങാൻ ശരിക്കും അവനെ ഇഷ്ടപ്പെട്ട് പോകുമോ എന്നാണ് അവൻ്റെ ഇപ്പോഴത്തെ പേടി. മാത്രമല്ല അവൾ അവൻ്റെ കൾട്ടിവേഷൻ പാർട്ട്ണറായിരുന്നു. ഓർമ്മകൾ നശിച്ചതുകൊണ്ടാണ് അവന് ഓർമ്മയില്ലാത്തത് എന്നൊക്കെ സിമാജിയാവോ പറഞ്ഞ കാര്യവും തിങ്ങാൻ അവനോട് പറയുന്നുണ്ട്. അതും അവനെ വിഷമിപ്പിക്കുന്നു. അവളുടെ മുഖത്തെ പാടും സിമാജിയാവോ മായ്ച്ചു കളഞ്ഞിരുന്നല്ലോ. അതിനെപ്പറ്റിയും ഫെങ്ഷി ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ തിങ്ങാൻ്റെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോങ്ലു കാരണം തന്നെയാണോ അവൾ അവിടെ നിൽക്കുന്നത്, അതോ അവൾ സിമാജിയാവോയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന് ഫെങ്ഷിക്ക് സംശയമാവുന്നു. ഹോങ്ലു തിരികെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവളെയും ഹോങ്ലുവിനെയും അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കാമെന്നൊക്കെ അവൻ പറയുന്നു. ഇത് കേട്ടുകൊണ്ട് സിമാജിയാവോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ വേഗം തിങ്ങാനെ തൻ്റെ അടുത്തേക്ക് പിടിച്ചിട്ട് നിന്നെ ആരാണ് ഇങ്ങോട്ട് അയച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഫെങ്ഷിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഞാൻ തിങ്ങാനെ കാണാൻ വന്നതാണ്, ഞങ്ങൾ ഫ്രണ്ട്സാണ് എന്നൊക്കെ ഫെങ്ഷി പറഞ്ഞപ്പോൾ തിങ്ങാൻ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അത് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സിമാജിയാവോ സ്പിരിറ്റ് ഫയറൊക്കെ കയ്യിലെടുത്ത് ഇപ്പോൾ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഫ്രണ്ടാണെന്ന് അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. നിനക്കിവിടെ ഹോങ്ലു മാത്രമേ ഫ്രണ്ടായിട്ടുള്ളൂ എന്നല്ലേ നീ പറഞ്ഞത്, പിന്നീട് എങ്ങനെയുള്ള ഫ്രണ്ടാണെന്ന് സിമാജിയാവോ ചോദിച്ചപ്പോൾ ഹോങ്ലു എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഇത് വേറെ രീതിയിലുള്ള ഫ്രണ്ടാണെന്ന് അവൾ പറയുന്നു. ഇത് നിൻ്റെ ബോയ് ഫ്രണ്ടാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഈ ബോയ് ഫ്രണ്ട് എന്നുള്ള വാക്ക് അവൻ എങ്ങനെ അറിയാമെന്ന് തിങ്ങാൻ സംശയമാവുന്നു. നീ തന്നെയാണ് എന്നോട് ആ വാക്ക് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വിശ്വാസം വരുന്നില്ല. പക്ഷെ കൂടുതൽ വിശദീകരിക്കാനൊന്നും സിമാജിയാവോയ്ക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. ഇത് നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ അല്ലയോ എന്ന് പറയാൻ അവൻ പറയുന്നു. ഇതെൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എന്ന് തിങ്ങാൻ പറഞ്ഞപ്പോഴാണ് അവൻ ശാന്തനായത്. സിമാജിയാവോ വേഗം അവളെ തൻ്റെ അടുത്തേക്ക് പിടിച്ചിട്ട് ഫെങ്ഷിയോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. പക്ഷെ അവളെയും കൊണ്ടേ അവിടെ നിന്ന് പോവുള്ളൂ എന്ന വാശിയിലാണ് അവൻ. അങ്ങനെ സിമാജിയാവോ വീണ്ടും സ്പിരിറ്റ് ഫയർ പ്രയോഗിക്കാൻ തുടങ്ങുന്നു. തിങ്ങാൻ ഇവരുടെ ഇടയിൽ നിന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയുമാണ്. ഫെങ്ഷിയും ഒട്ടും പിന്നിലേക്ക് മാറാൻ തയ്യാറാവുന്നില്ല. അവസാനം സിമാജിയാവോ അവനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ നീ അവനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നീ എൻ്റെ ശത്രുവായിരിക്കും എന്ന് തിങ്ങാൻ പറയുന്നു. അതോടെ സിമാജിയാവോ പിന്മാറുന്നുണ്ട്. ഈ സമയത്തൊക്കെ ദേഷ്യം പിടിച്ചു നിർത്തുന്നത് കാരണം അവൻ്റെ കയ്യിലെ ആ മുറിവിൽ നിന്ന് വീണ്ടും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. തിങ്ങാൻ അങ്ങനെ പറഞ്ഞത് കാരണം കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. സിമാജിയാവോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിന് കാരണം തിങ്ങാന് മനസ്സിലാവും. പക്ഷേ ഫെങ്ഷി എന്താണ് ഇങ്ങനെ തനിക്ക് വേണ്ടി വാശി പിടിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവനും താനുമായി പ്രണയത്തിലായോ എന്ന് അവൾക്ക് സംശയമാവുന്നു. ഫെങ്ഷിക്ക് തൻ്റെ ജീവൻ രക്ഷിച്ച മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്നൊക്കെ തിങ്ങാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് നീ അവളെപ്പറ്റി മറന്നോ എന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ശരിക്കും ആ ജീവൻ രക്ഷിച്ചത് ഇവൾ തന്നെയാണല്ലോ, അത് തിങ്ങാൻ അറിയുന്നില്ല. ഞാൻ അവളെ ഒരിക്കലും മറന്നിട്ടില്ല, ഇപ്പോഴും ഞാൻ അവളെ തന്നെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഫെങ്ഷി പറയുന്നു. അത് മറ്റാരോ ആണ് എന്ന ധാരണയിൽ തിങ്ങാൻ തൽക്കാലം ആശ്വസിച്ച് അവനോട് വീണ്ടും സംസാരിക്കാൻ തയ്യാറാവുന്നു. സിമാജിയാവോയെക്കുറിച്ച് പറഞ്ഞു കേട്ടതുപോലെയൊന്നുമല്ല അവൻ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആൾ വളരെ നല്ലവനാണെന്നാണ് തോന്നുന്നത്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, എന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് സിമാജിയാവോയെ പുകഴ്ത്തിയാണ് അവൾ സംസാരിക്കുന്നത്. ഫെങ്ഷിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവളിപ്പോൾ തന്നെ സിമാജിയാവോയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന് ഫെങ്ഷിക്ക് സംശയമാവുന്നുണ്ട്.